നമുക്ക് ഹോസ്പിറ്റൽ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി അഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട് NABH 6th എഡിഷൻ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ NABHൻ്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ആക്സസ് അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ 8ാമത്തെ സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ ഇപ്പോൾ തുടങ്ങുന്നത്. 13 സ്റ്റാൻഡേർഡുകളിൽ 6, 7, 8, 9 ഡയഗ്നോസിസ് സർവീസുകളെ കുറിച്ചാണ്. അതിൽ 6ഉം 7ഉം നമ്മൾ കണ്ടതാണ്. ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ഏരിയ ആണെങ്കിൽ 8, 9ഉം ഇമേജിംഗ് സർവീസസുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 6ലും 7ലും കണ്ട അതേ പാറ്റേൺ ഇവിടെ കാണാൻ പറ്റും. 6ാമത്തെ സ്റ്റാൻഡേർഡിൽ നമ്മൾ സ്കോപ്പ് ഓഫ് ദ സർവീസസ് നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുമായിട്ട് കോറിലേറ്റഡ് ആയിരിക്കണമെന്ന് നമ്മൾ സംസാരിച്ചു. അതിൻ്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും തൊട്ടടുത്ത സ്റ്റാൻഡേർഡിൽ കണ്ടു. അതുപോലെ തന്നെ 8ാമത്തെ ഈ ഒരു സ്റ്റാൻഡേർഡിൽ 9 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇമേജിംഗ് സർവീസസ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ സർവീസസിൻ്റെ ആവശ്യമനുസരിച്ച് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നാണ്. ഈ 9 ഒബ്ജക്റ്റീവ് എലമെൻറ്റ് മീറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആവും. അതിൽ A എന്ന് പറഞ്ഞ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റും H ഒരു അച്ചീവ്മെൻറ്റുമാണ്. ബാക്കി 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. നമ്മുടെ ഈ ഒരു AAC 8 ഇങ്ങനെയാണ് പറയുക: ഇമേജിംഗ് സർവീസസ് ആർ പ്രൊവൈഡഡ് ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ പേഷ്യൻസിന് എന്തെല്ലാം സർവീസസ് കൊടുക്കുന്നുണ്ടോ, ഏതെല്ലാം സ്പെഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതനുസരിച്ച് അതിനാനുപാതികമായിട്ടാണ് നമ്മൾ ഇമേജിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പറയുന്ന വിഷയങ്ങളെ ഓടിച്ചൊന്ന് നോക്കിപ്പോകാം. പിന്നീട് നമുക്കതിനെ വിശദമായിട്ട് ഓരോന്നായിട്ട് എടുത്ത് കാണാം. AAC 8ൽ നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ മുന്നോട്ട് കാണുന്ന കാര്യം, നമ്മൾ ഈ ഇമേജിംഗ് സർവീസസ് ലീഗലായിട്ടുള്ള കാര്യങ്ങളെ ഈ റിക്വയർമെൻറ്റ്സിന് സർട്ടിഫിക്കേഷൻസിന് മീറ്റ് ചെയ്തിരിക്കണം എന്നതാണ്. ഇപ്പോൾ റേഡിയോളജി സർവീസസ് നമ്മുടെ ഇമേജിംഗ് സർവീസസിൻ്റെ പാർട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്പെഷ്യലായിട്ട് ചില സർട്ടിഫിക്കേഷൻസിൻ്റെ ആവശ്യമുണ്ട്. നമ്മളത് ഏത് സർട്ടിഫിക്കറ്റാണ്, ഏത് അതോറിറ്റിയാണ് തരുന്നതെന്നൊക്കെ വിശദമായിട്ട് പുറകെ പഠിക്കും. അതുപോലെ തന്നെ നമ്മുടെ സർവീസസ്, നമ്മൾ കൊടുക്കുന്ന ഇമേജിംഗ് സർവീസസ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു സ്കോപ്പിൽ നിൽക്കണമെന്നും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കലായിട്ട് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. വെറുതെ ഒരു നോട്ടീസ് വെച്ച് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ പോരാ, അത് കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടാവണം, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടാവണം. ഇത് നമ്മുടെ ഈ സർട്ടിഫിക്കേഷൻ സമയത്ത് അവർ വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. വെറുതെ ഒരു സർവീസ് അവിടെ എഴുതി വെച്ചിട്ട് അതിൻ്റെ എക്യുപ്മെൻറ്റ്സും ഇല്ല, ഫെസിലിറ്റീസും ഇല്ല എങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തില്ല എന്നാണ്. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ വരച്ചാൽ അതുണ്ടാവണം നമുക്ക്, അല്ലെങ്കിൽ ഈ സർവീസ് ഇല്ല എന്ന് കൃത്യമായി ഡിക്ലെയർ ചെയ്യാം. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാകണം, ക്വാളിഫൈഡ് പ്രൊഫഷണൽസും ഉണ്ടാവണം. അതിൻ്റെ സൂപ്പർവിഷനും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇമേജിങ് നടത്തുന്നതിന് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ടാവണം. അതുപോലെ ഈ ഒരു ഇമേജിങ് റിസൾട്ട് ഒരു ടൈം ഫ്രെയിം ഫിക്സ് ചെയ്ത്, ഈ ഒരു എക്സ്റേ ആണോ, CT ആണോ, USG സ്കാൻ ആണോ,
ഏത് ഇമേജിംഗ് സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും അത് കൃത്യമായൊരു ടൈം ഫ്രെയിം ഡിക്ലെയർ ആയിരിക്കണം, പേഷ്യൻറ്റിനോട് കമ്മിറ്റ് ചെയ്യാൻ പറ്റണം. ഈ സമയത്തിലാണ് അത് നമ്മൾ റിസൾട്ട് തരുന്നത്. ഒരു ഡിഫൈൻഡ് ടൈം ഫ്രെയിം ഉണ്ടായിരിക്കണം. അതേ കണക്ക് തന്നെ ക്രിട്ടിക്കൽ റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായും നമ്മളത് കൺസേൺ പേഴ്സൺസിനെ ഇൻഫോം ചെയ്തിരിക്കണം. അതൊരു സ്റ്റാൻഡേർഡ് മാനർ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. കൃത്യമായ സ്ട്രക്ചർ ഉണ്ടാവും. ഓരോ റിസൾട്ടും ഓരോ സമയത്ത് തോന്നിയ കണക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. കൃത്യമായൊരു സ്റ്റാൻഡേർഡ് മാനർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നീട് നമ്മൾ ഈ ഒരു റിസൾട്ട് കൊടുത്തതിൽ റീകോൾ ചെയ്യേണ്ടി വന്നാലോ അമെൻമെൻറ്റ് ചെയ്യാനോ ഒക്കെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ടാവണം. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ സ്റ്റാൻഡേർഡുകൾ പഠിച്ചപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ റീകോൾ ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. എന്നാൽ ഇവിടെയും അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ക്ലിനിക്കൽ ലാബിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആ റീകോളിംഗ് അമെൻമെൻറ്റ് ഫെസിലിറ്റി ഒരു അച്ചീവ്മെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ടതാണ്, ആ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി അഷ്വറൻസ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഈ കൃത്യമായി നമ്മുടെ പുറത്തുനിന്ന് ചില സർവീസുകൾ വാങ്ങും. അതിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് മറ്റൊരു ഇമേജിംഗ് സെൻറ്ററിലേക്ക്, ഒരു CT സെൻറ്ററിലേക്ക്, MRI സെൻറ്ററിലേക്ക്, USG സെൻറ്ററിലേക്ക് നമ്മൾ അയക്കുന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നതിന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടാവണം. ആ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മുടെ പേഷ്യൻസിനെ അങ്ങോട്ട് അയക്കാൻ. അപ്പോൾ നമ്മുടെ ഈ AAC 8 പറയുന്ന ഇമേജിംഗ് സർവീസസിൻ്റെ കാര്യത്തിൽ ഞാൻ എടുത്തെന്ന് പറയാം. ഒരുപാട് ആരോപണങ്ങൾ നമ്മുടെ ആശുപത്രികൾ നേരിടുന്ന ഒരു മേഖലയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഇമേജിംഗ് സർവീസസ് പുറത്തേക്ക് റെഫർ ചെയ്യുന്നു. അവിടുന്ന് കൊണ്ടുവരുന്ന ഇമേജിംഗ് സർവീസസിൻ്റെ റിസൾട്ടുകൾ പ്രോപ്പർ അല്ല എന്നുള്ള കമൻ്റൊക്കെ ഹോസ്പിറ്റലുകൾ പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട്. അവിടെയാണ് നമ്മൾ AAC 8 ഇമേജിംഗ് സർവീസസ് നമ്മുടെ സ്കോപ്പ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അത് നമുക്കിവിടെ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, എക്യുപ്മെൻ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് കൊടുക്കാം. അങ്ങനെ പുറത്തേക്ക് കൊടുക്കുന്ന സെൻറ്ററിൻ്റെ ക്വാളിറ്റി അഷുറൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ടാവണം. ഇനി നമ്മളിവിടെ അതിനകത്ത് റിപ്പോർട്ടിങ്ങിന് കൃത്യം സ്റ്റാൻഡേർഡ് മാനർ ഉണ്ടാവണം. അപ്പോൾ വന്നിരിക്കുന്ന ക്വാളിഫൈഡ് പേഴ്സണെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടർ എപ്പോഴെങ്കിലും വന്നിരിക്കുന്ന ഒരു സംവിധാനമല്ല. വിസിറ്റിംഗ് ഡോക്ടേഴ്സ് ആകാം, പക്ഷെ കൃത്യമായ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കണം. നമ്മുടെ ഹോസ്പിറ്റലുകൾ റേഡിയോളജിയിൽ പണ്ടത്തതിനേക്കാൾ ഇന്ന് വളരെ പുരോഗമിച്ചിട്ടുണ്ട്. ഈ NABH പോലെ ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി അഷുറൻസ് പ്രോഗ്രാമൊക്കെ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അവെയർനെസ് നമ്മുടെ ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റൽ നടത്തുന്നവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് അത്തരത്തിൽ ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് വേണമെന്നും ആവശ്യത്തിന് ട്രെയിൻഡ് പേഴ്സൺസ് വേണമെന്നും സൈനേജുകളൊക്കെ ഇത് റേഡിയോളജി ഏരിയ വേണമെന്നും ഒക്കെ കൃത്യമായൊരു ബോധമുണ്ടായിട്ടുണ്ട്. AAC 8 ഇമേജിംഗ് സർവീസസ് ആർ പ്രൊവൈഡഡ് ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്നാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത്. വിശദമായി നമുക്കതിനെക്കുറിച്ച് ചെക്ക് ചെയ്യാം.